കുറച്ച് നാളും കൊണ്ട് ഞാൻ വിചാരിക്കുന്ന സാധനമാണ് കേട്ടോ, കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങണമെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് അടുക്കളയാണല്ലോ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തിരകുന്ന സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്ഥലവും കൂടെ അങ്ങ് പോയി കിട്ടും. പിന്നെ ഞാൻ നിലത്തിരുന്നാണല്ലോ ചിരകുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് നാളും കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാനിത് വാങ്ങിച്ചു. കുറേ റിവ്യൂസ് ഒക്കെ നോക്കി, നെഗറ്റീവും പോസിറ്റീവും എല്ലാം കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പ് പോലത്തെ സാധനമുണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ അട്ട ഫ്ലോപ്പാണിത്. ഞാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയാട്ടോ ചിരകുന്നത്. നമുക്കതിൻ്റെ ഒരു നാക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു മൂന്നാമത്തെ നാലാമത്തെ യൂസൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സിമ്പിളായിട്ട് ചിരകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചിരകുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് ഊരി വീഴും. അത് നമ്മളെടുത്ത് തിരിച്ച് വെക്കണം. പിന്നെ ഇതിൽ ഒരേ സ്പീഡായിരിക്കും, നമുക്കിത് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. ഇച്ചിരി കൂട്ടാനുണ്ടായിരുന്നെങ്കിൽ ഇതിലും വേഗത്തിൽ നമുക്കിത് തിരികെ എടുക്കാമായിരുന്നു, അല്ല ചിരവി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തേങ്ങ മുഴുവൻ ചിരവി എടുത്ത് കേട്ടോ. നിങ്ങൾക്കിത് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു വിട്ട് കാണിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും, പക്ഷേ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരവാൻ പറ്റും. അപ്പോൾ അതാ ഒരേ അളവിൽ ഇങ്ങനെ ചിരവി എടുക്കാം കേട്ടോ. നമ്മൾ ഈ തേങ്ങ വറുത്തരയ്ക്കാനൊക്കെ എടുക്കത്തില്ലേ, അല്ലെങ്കിൽ ഇടിച്ചമ്മന്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ബെസ്റ്റാണ്. എന്നിട്ട് ഞാൻ കയ്യോട് അവിടെ എല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി ഇട്ടു. കഴുകിയല്ല, തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.